അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈൽ സദ്യ സാമ്പാറാണ്. ഈ റെസിപ്പി ഞാൻ 3 പേരിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ 3 പേരുടെ റെസിപ്പിയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് മിനി അജീഷ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് എൽഡർ ബ്രദറിൻ്റെ വൈഫ് ജ്യോതിയേച്ചി, പിന്നെ എൻ്റെ കോളേജ് ഫ്രണ്ട് ഷൈന. താങ്ക്സ് മിനി, ജ്യോതിയേച്ചി ആൻഡ് ഷൈന. ഇനി കണ്ണൂർ സ്റ്റൈൽ സദ്യ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചെറിയ ഒരു കപ്പിൽ 3/4 കപ്പ് തോരപ്പരിപ്പാണ് ഞാൻ എടുത്തത്. അത് നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പരിപ്പ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. നെക്സ്റ്റ് ഒരു പാനിൽ 1/2 കപ്പ് തേങ്ങ, 5 വെളുത്തുള്ളി നീളത്തിൽ നേരിയതായി മുറിച്ചത്, 4 ചെറിയ ഉള്ളി മുഴുവനായി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇടാം, പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കുക. തേങ്ങ ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വറക്കുക. ഇപ്പോൾ തേങ്ങ കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം കായം ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് ബ്രാഹ്മിൻ സാമ്പാർ പൗഡർ, 1 ടീസ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ തേങ്ങ വറുത്തത് റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്ത് തേങ്ങ തണുക്കാൻ വെക്കുക. കുക്കർ തുറന്ന് പരിപ്പ് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ 5 കഷ്ണം മുരിങ്ങക്കായും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും വേവുന്നത് വരെ വേവിക്കുക. നെക്സ്റ്റ് വലിയൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെണ്ടക്ക, വഴുതനങ്ങ, 14 ചെറിയ ഉള്ളി, 6 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് 2 മിനിറ്റ് വേവിക്കുക. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി വേവുമ്പോഴേക്കും നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. തക്കാളി ഇപ്പോൾ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ച പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് ഒഴിക്കുക. അതിനുശേഷം അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ അതും ഒഴിക്കുക. ഇപ്പോൾ കറിക്ക് കുറച്ച് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ
കുറച്ച് വെള്ളം ഒഴിച്ച് കറി ലൂസാക്കി എടുക്കണം. കറിക്ക് കുറച്ച് കളർ കുറവാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ കറി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വറവിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 3 വറ്റൽമുളക് ചെറിയ പീസാക്കിയത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇവയെല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കറിയുടെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ സ്റ്റൈൽ സദ്യ സാമ്പാർ റെഡിയായി. വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. Thanks for watching.